നേപ്പാൾ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം വിദേശ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തേണ്ടതില്ലെന്ന മുൻ നിലപാട് സ്വയം തിരുത്തി ബാലേന്ദ്ര ഷാ. ഇന്ത്യയുടെയും ചൈനയുടെയും നേപ്പാളിലെ സ്ഥാനപതിമാരുമായി ഈ ആഴ്ച തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളുമായും നയതന്ത്രപരമായി ശക്തമായ ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാക്കിയാണ് ഈ നയം മാറ്റം. ഇന്ത്യൻ സ്ഥാനപതി നവീൻ ശ്രീവാത്സവ, ചൈനീസ് സ്ഥാനപതി ഷാങ് മാവോമിങ് എന്നിവരുമായി ഒരേ ദിവസം കൂടിക്കാഴ്ച നടത്തിയേക്കും. മാർച്ച് 27-നാണ് ഇദ്ദേഹം നേപ്പാൾ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്. അധികാരമേറ്റ ശേഷം സ്ഥാനപതിമാരെ നേരിട്ട് കാണുന്ന പരമ്പരാഗത നയതന്ത്ര രീതിക്ക് ഒഴിവാക്കിയ അദ്ദേഹം എല്ലാ സ്ഥാനപതിമാരെയും ഒരുമിച്ച് വിളിച്ച് സംയുക്ത യോഗം നടത്താനാണ് മുൻഗണന നൽകിയിരുന്നത്. സന്ദർശനത്തിനെത്തിയ പ്രമുഖ അമേരിക്കൻ നയതന്ത്രജ്ഞരും പ്രതിനിധികളും ഒറ്റയ്ക്ക് നേരിട്ട് കൂടിക്കാഴ്ചയ്ക്ക് അവസരം തേടിയിരുന്നു. എന്നാൽ എല്ലാം ഇദ്ദേഹം നിരസിച്ചു. ഇന്ത്യ ചൈന സ്ഥാനപതിമാരുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നത് അത്യന്താപേക്ഷിതമാണെന്ന വിലയിരുത്തലിലാണ് നേപ്പാൾ പ്രധാനമന്ത്രിയുടെ ഓഫീസും ഉദ്യോഗസ്ഥരും. ഇവരുടെ സമ്മർദ്ദമാണ് പ്രധാനമന്ത്രിയുടെ തീരുമാനം മാറ്റിയത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പ്രസിഡന്റ് മസാൽസ്ഗു അസഗാവയുമായി മാത്രമാണ് അദ്ദേഹം ഇതുവരെ നേരിട്ട് തനിച്ച് കൂടിക്കാഴ്ച നടത്തിയത്. വരും ദിവസങ്ങളിൽ വ്യാപാരികൾ, വ്യവസായികൾ, മറ്റ് നിർണായക മേഖലകളിലെ പ്രതിനിധികളുമായും വിദേശ പ്രതിനിധികളുമായും കൂടുതൽ സജീവമായ ചർച്ചകൾക്ക് തുടക്കമിടാനാണ് നേപ്പാൾ സർക്കാരിന്റെ തീരുമാനം. അതേസമയം ജൂണിൽ ന്യൂഡൽഹിയിൽ RSP ചെയർമാൻ റാബി ലാമിച്ചനയ്ക്ക് ഉന്നത സ്വീകരണം ലഭിച്ചു. ലാമിച്ചനയുടെ സന്ദർശനം വൈരുദ്ധ്യം രൂക്ഷമാക്കി. മോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, NSA അജിത് ഡോവൽ, മിസ്രി, BJP പ്രസിഡന്റ് നിതിൻ നബീൻ തുടങ്ങിയവരെ അദ്ദേഹം കണ്ടു. നേപ്പാളിലെ ഭരണകക്ഷി മേധാവിക്ക് ന്യൂഡൽഹി അതിന്റെ ഉന്നത രാഷ്ട്രീയ നയതന്ത്ര സുരക്ഷാ ചാനലുകൾ തുറന്നു കൊടുത്തതായി സൂചന നൽകിയിരുന്നു. ഏപ്രിൽ 8-ന് ഷാ അംബാസഡർമാരെയും നയതന്ത്ര ദൗത്യ മേധാവികളെയും ഒരുമിച്ച് സ്വീകരിച്ചു. 17 രാജ്യങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും പ്രതിനിധികൾ പങ്കെടുത്ത ആ യോഗത്തിൽ സന്തുലിതവും പ്രായോഗികവുമായ വിദേശ നയം, വിശ്വാസം, പരസ്പര ബഹുമാനം, പങ്കിട്ട അഭിവൃദ്ധി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. നേപ്പാളിന്റെ നയതന്ത്ര പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ സർക്കാർ പിന്നീട് ഈ ഫോർമാറ്റ് അവതരിപ്പിച്ചു. ഇന്ത്യയുമായും ചൈനയുമായും വെവ്വേറെ കൂടിക്കാഴ്ചകൾ ആരംഭിക്കാനുള്ള തീരുമാനം മനഃപൂർവ്വമാണെന്ന് പുതിയ സംഭവ വികാസവുമായി പരിചയമുള്ള ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നേപ്പാളിന്റെ വിദേശ നയ മുൻഗണനകൾ കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ 2 അയൽക്കാരായ ഇന്ത്യയുടെയും ചൈനയുടെയും അംബാസഡർമാരിൽ നിന്നും ആരംഭിക്കുന്നത് സ്വാഭാവികമാണെന്നും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഒരേ ദിവസം മീറ്റിംഗുകൾ ഷെഡ്യൂൾ ചെയ്തത് ഏതെങ്കിലും തരത്തിലുള്ള മുൻഗണനകൾ ഒഴിവാക്കുന്നതിനാണെന്ന് കൂട്ടിച്ചേർത്തു. ഷായുടെ സർക്കാർ 100 ദിവസം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ മാറ്റം വരുന്നത്. അദ്ദേഹത്തെ അധികാരത്തിലെത്തിക്കാൻ സഹായിച്ച തെരുവ് ശക്തി സ്വന്തം ഭരണകൂടത്തിലേക്ക് തിരിയാൻ തുടങ്ങിയ കാലഘട്ടമാണിത്. കാഠ്മണ്ഡുവിലെ ഭൂരഹിത ജനവാസ കേന്ദ്രങ്ങൾ, തെരുവ് കച്ചവടക്കാർ, അനൗപചാരിക തൊഴിലാളികൾ എന്നിവർക്കെതിരെ മുനിസിപ്പൽ പോലീസും ബുൾഡോസറും ഉപയോഗിച്ചതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നഗരത്തിലെ ഏറ്റവും ദരിദ്രരായ നിവാസികൾ അദ്ദേഹത്തിന്റെ ഭരണശൈലിയുടെ ഏറ്റവും മൂർച്ചയുള്ള വശം അനുഭവിച്ചിട്ടുണ്ടെന്ന് വിമർശകർ പറയുന്നു. ഇന്ത്യൻ വിപണികളിൽ നിന്നും കൊണ്ടുവരുന്ന നേപ്പാളി 100 രൂപയിൽ കൂടുതൽ വിലയുള്ള സാധനങ്ങൾക്ക് കസ്റ്റംസ് തീരുവ കർശനമായി നടപ്പിലാക്കുന്നതിൽ അതിർത്തി സമൂഹങ്ങളും പ്രതിഷേധിച്ചു. മുനിസിപ്പൽ പോലീസ് നടപടിയെ തുടർന്ന് 25-കാരനായ റൈഡ് ഹെയിലിംഗ് ഡ്രൈവർ ഗണേഷ് നേപ്പാളി സ്വയം തീകൊളുത്തിയതിനെ തുടർന്ന് ജനറേഷൻ Z പ്രവർത്തകർ, പൗരാവകാശ പ്രവർത്തകർ, അനൗപചാരിക തൊഴിലാളികൾ, കുടിയിറക്കപ്പെട്ട താമസക്കാർ എന്നിവരെ വീണ്ടും തെരുവിലിറക്കിയതോടെ രോഷം കൂടുതൽ രൂക്ഷമായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.